ഇപ്പോൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. രാജ്യസഭയിൽ സി സദാനന്ദൻ, കേരളത്തിൽ നിന്ന് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത സി സദാനന്ദൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. ideological extremism and has been an inspiration through his contributions to education, public life and intellectual discourse. Shri C. Sadanandan Master. ഞാൻ സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലെ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് കണ്ണൂർ സ്വദേശി, തൃശൂരിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള സി സദാനന്ദൻ. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. വർഷങ്ങൾക്ക് മുൻപ് രാഷ്ട്രീയ സംഘർഷത്തിനിടെ CPIM പ്രവർത്തകരുടെ ആക്രമണത്തെ തുടർന്ന് ഇരു കാലുകളും നഷ്ടപ്പെട്ട സി സദാനന്ദൻ ഇപ്പോൾ രാഷ്ട്രപതിയുടെ പ്രത്യേക നാമനിർദ്ദേശം വഴി രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. സി സദാനന്ദൻ ഉൾപ്പെടെ 4 പേരെയാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് പ്രത്യേക അധികാരം ഉപയോഗിച്ച് നാമനിർദ്ദേശം ചെയ്തിരുന്നത്. ഇപ്പോൾ രാജ്യസഭ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെ അദ്ദേഹം അഭിവാദ്യം ചെയ്യുകയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. ആദ്യം തന്നെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് എന്ന കാര്യം അറിയിച്ചിരുന്നു. ഇപ്പോൾ നടപടികളിലേക്ക് സഭ കടക്കുകയാണ്. മറ്റ് അംഗങ്ങളുടെ കൂടി സത്യപ്രതിജ്ഞയാണ് ഇപ്പോൾ ഇതിനൊപ്പം നടക്കുന്നത്. ഹർഷവർദ്ധൻ ശ്രിംഗ്ലയാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. മുൻ ഫോറിൻ സെക്രട്ടറിയാണ്. ശരത്ലാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ശരത്ലാൽ, ഇപ്പോൾ രാജ്യസഭാ സമ്മേളനത്തിന്, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കമായിരിക്കുന്നു. സി സദാനന്ദൻ മലയാളത്തിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ രാജ്യസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട മറ്റു സംസ്ഥാനങ്ങളിലെ MP-മാരുടെ സത്യപ്രതിജ്ഞയും തുടങ്ങിയിരുന്നു. കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത സദാനന്ദൻ മാസ്റ്ററാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആമുഖമായി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പരിചയപ്പെടുത്തി തന്നെ രാഷ്ട്രീയ സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വ്യക്തിയാണ് എന്ന് ഒരു രാജ്യസഭാ ചെയർമാൻ ധൻഖർ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചത്. BJP ബെഞ്ചുകളിൽ നിന്ന് കരഘോഷം ഉയരുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ നേട്ടം എന്ന നിലയിലാണ് സത്യപ്രതിജ്ഞയെ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഉപരാഷ്ട്രപതി കൂടിയായ രാജ്യസഭാ ചെയർമാൻ അത്തരമൊരു പരാമർശം നടത്തിയത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട്. അത് തന്നെ രാഷ്ട്രീയപരമായ BJP ഈ നാമനിർദ്ദേശത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ തെളിവാണ് ബിനിൽ. ഓക്കെ, ശരി. ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യസഭാ അംഗമായി മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് സി സദാനന്ദൻ രാജ്യസഭാ അംഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഹർഷവർദ്ധൻ ശ്രിംഗ്ല അടക്കം മറ്റുള്ളവരുടെയും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വർഷകാല സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. അല്പസമയത്തിനോടകം തന്നെ ലോക്സഭയും ആരംഭിക്കും. ലോക്സഭയുടെ ദൃശ്യങ്ങളിലേക്കാണ്. ലോക്സഭയിൽ തുടക്കത്തിൽ തന്നെ ബഹളമാണ് എന്ന് തോന്നുന്നു. തുടക്കത്തിൽ തന്നെ ലോക്സഭയിൽ ബഹളമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ച, ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുക എന്നീ കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. തുടക്കത്തിൽ തന്നെ ഈ സഭാ സമ്മേളനം എങ്ങനെയായിരിക്കുമെന്ന സൂചന നൽകുകയാണ് പ്രതിപക്ഷം. माननीय मंत्री जी, आज ग्रामीण क्षेत्रों में खेल प्रति भावों की भागीदारी तेजी से बढ़ रही है और मिनिस्टर
इस दिशा में बहुत सहायक सिद्ध हो रही है। क्या मंत्री जी बताना चाहेंगे कि क्या सरकार खेलो इंडिया योजना के तहत पिछड़े और आकांक्षी जिलों से प्राप्त प्रस्तावों को प्राथमिकता देकर उनके तेजी, स्वीकृति और विकास के लिए कोई विशेष पहल कर रही है? मैं माननीय सदस्य जी को बताना चाहूँगी कि जो मिनी स्टेडियम के बारे में उन्होंने यहाँ पे पूछा है वो राज्य सरकार का विषय, और जो छोटे स्टेडियम है वो राज्य सरकार के माध्यम से पूरे किए जाते हैं। जो केंद्र सरकार के माध्यम से जो बड़ी मांग जो आती है, जो स्टेट गवर्नमेंट को जो सपोर्ट के लिए लगता है, वो राशि हम वहाँ पे उपलब्ध करवाते हैं। लेकिन जो डिस्ट्रिक्ट में जो छोटे सेंटर जो चाहिए वो राज्य सरकार के माध्यम से पूरे किए जाएंगे। डॉक्टर अमर सिंह, नो। आप प्रश्नकाल जैसे महत्वपूर्ण विषय पर जवाब मांगते हो, सरकार जवाब देने को तैयार है। ये सदन है, नारेबाजी करने के लिए आप सदन के बाहर जाओ। सदन में नारेबाजी करना उचित नहीं है। सदन में नियमों से सवाल उठाओ, सरकार जवाब देगी। प्रश्न संख्या 3 विजय कुमार दुबे। പഹൽഗാം വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ്, പക്ഷേ സഭാ നടപടികളെ തടസ്സപ്പെടുത്തരുത് എന്നുള്ളതാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറയുന്നത്. उत्तर सदन के पटल पे रखा है। माननीय सदस्य, माननीय अध्यक्ष जी, आपके माध्यम से मेरा माननीय मंत्री जी से प्रश्न है। चूंकि पीएम इंटर्नशिप योजना का लाभ विशेषकर देश के किनारे बसे उन पिछड़े जिलों के लिए अति महत्वपूर्ण है जहां की कोई औद्योगिक व्यवस्था नहीं है। असहाय परिवार के युवा यदि कठिन परिस्थितियों में हाई स्कूल इंटर कर लिए तो भी उनको मजबूरीवश मजदूरी करना पड़ता है। अतः क्या माननीय मंत्री जी ऐसे ही जिला कुशीनगर, गोरखपुर ऐसे पिछड़े जहां गत वर्ष मात्र कुशीनगर में 20 बच्चों का स्कोप मिला था, कि माननीय मंत्री जी से मेरा प्रश्न है, ऐसे पिछड़े जिले कुशीनगर और अन्य जगह स्कोप को बढ़ाने की व्यवस्था सुनिश्चित करेंगे? आदरणीय अध्यक्ष महोदय, प्रधानमंत्री इंटर्नशिप स्कीम आदरणीय प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में देश के 1 करोड़ युवाओं को 5 साल में 1 करोड़ युवाओं को 5 साल के अंदर इंटर्नशिप देगी, जिसमें 10वीं 12वीं ग्रेजुएट। ലോക്സഭ ആരംഭിച്ചപ്പോൾ തന്നെ ആ ബഹളം ആരംഭിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം എങ്ങനെയായിരിക്കും ഈ സഭാ സമ്മേളനത്തോട് പുലർത്താൻ പോകുന്ന നിലപാട് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് തുടക്കത്തിൽ തന്നെ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട 15 ബില്ലുകളാണ്, പ്രധാനമായും ഇൻകം ടാക്സ് ബിൽ, വരുമാന ബില്ല് ഉൾപ്പെടെ NTA ബില്ല് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട 15 ബില്ലുകൾ ഈ സമ്മേളനത്തിൽ പാസ്സാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഒപ്പം തന്നെ ഡൽഹി ഹൈക്കോർട്ടിലെ ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടികളും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. ശരത്ലാൽ നമുക്കൊപ്പം ചേരുകയാണ്. ശരത്ലാൽ, രാജ്യസഭ വളരെ ശാന്തമായി തുടങ്ങിയെങ്കിലും ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ്. കലുഷിതമായ ഒരു സഭാ സമ്മേളനമായിരിക്കും എന്നതിന്റെ സൂചന തന്നെയല്ലേ ഈ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ പുറത്തുവരുന്ന ദൃശ്യങ്ങൾ? തന്നെയാണ് ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധമാണ് ലോക്സഭയിൽ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. നടുത്തളത്തിൽ ഇറങ്ങിയാണ് പ്രതിപക്ഷം പ്രതിഷേധ ശബ്ദമുയർത്തുന്നത്. എന്നാൽ ഭരണപക്ഷമാവട്ടെ, സ്പീക്കർ ആവട്ടെ, ഇത് ചെവിക്കൊള്ളാതെ തന്നെ സഭാ നടപടികളുമായി ചോദ്യോത്തരവുമായി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ സ്പീക്കർ പ്രതിപക്ഷത്തോട് വ്യക്തമാക്കിയതാണ് ഓപ്പറേഷൻ സിന്ദൂരിന്റെ കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ്, അത് ഉച്ചയ്ക്ക് 2.5 മണിക്കുള്ള ബിസിനസ് കമ്മിറ്റിയിൽ സമയം അനുവദിക്കാം എന്നാണ് നേരത്തെ ബഹളത്തിന് ആമുഖമായിട്ട് സ്പീക്കർ പറഞ്ഞത്. എന്നാൽ സഭ ചോദ്യോത്തരവേള നിർത്തിവെച്ചുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യണം, പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാത്ത കേന്ദ്ര സർക്കാർ സഭ തുടങ്ങിയ ശേഷവും ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നൊരു ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ഏതായാലും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പിറകോട്ടില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നിൽ പോത്തൻ, സഭ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുകയാണ്, സഭ പിരിഞ്ഞിരിക്കുകയാണ്.
പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ പിരിഞ്ഞിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ആദ്യത്തെ ദിവസം തന്നെ 1 മണിക്കൂർ പോലും സഭാ സമ്മേളനം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. അത്ര ശക്തമായ പ്രതിഷേധമാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ സഭയിലിരിക്കെ പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത്. അല്ലേ ശരത്ലാൽ, ആദ്യത്തെ മണിക്കൂർ പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പേ സഭ പിരിഞ്ഞിരിക്കുകയാണ്. ശരത്ലാൽ, കേൾക്കാമോ? സഭാ സമ്മേളനം പിരിഞ്ഞിരിക്കുകയാണ്, ലോക്സഭ പിരിഞ്ഞിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണം, ട്രംപിന്റെ സീസ് ഫയർ അവകാശവാദം, ഒരു മൂന്നാം കക്ഷി ഇന്ത്യ പാകിസ്ഥാൻ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഇടപെട്ടു, മണിപ്പൂരിലെ കലാപം ഉൾപ്പെടെയുള്ള പല പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം, ഇത് നേരത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്, പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് എത്താം, ഉയർത്തി വെല്ലിലേക്ക് ഇറങ്ങി, നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചതിനെ തുടർന്ന് സഭ പിരിഞ്ഞിരിക്കുകയാണ്. ശരത്ലാൽ, അതായത് ആദ്യത്തെ 1 മണിക്കൂർ പോലും സഭ നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ബിനിൽ, അത് തന്നെ കടുത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. നടുത്തളത്തിലും ബഹളം അനിയന്ത്രിതമായതോടുകൂടി സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. 12 മണി വരെയാണ് ലോക്സഭ നിർത്തിവെച്ചിരിക്കുന്നത്. 12 മണിക്ക് ശേഷം 0 ഓവറിലേക്ക് പ്രശ്നം അവതരിപ്പിക്കും, അല്ലെങ്കിൽ കക്ഷി നേതാക്കളെ സ്പീക്കർ ഇപ്പോൾ ചേംബറിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ധാരണയാവുകയാണെങ്കിൽ മാത്രമാണ് ഈ സഭ സുഗമമായി നടക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അത്ര ശക്തമായ രീതിയിലാണ്, അല്ല അത്ര ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഒന്നടങ്കം സഭാ തലത്തിൽ ഉയർത്തിയത്. തൃണമൂൽ കോൺഗ്രസും അതേപോലത്തെ കോൺഗ്രസും അതേപോലെ OIC അടക്കമുള്ള പ്രതിപക്ഷം സഭാ നടുത്തളത്തിലേക്ക് ഇറങ്ങി എന്ന് വേണം പറയാൻ. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിന് ശേഷമുള്ള, അല്ലെ യോഗത്തിന് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിന് ശേഷമുള്ള ഒരു ശക്തി പ്രകടനമായി തന്നെ ഇതിനെ കാണാം. പ്രതിപക്ഷം വ്യക്തമാക്കുന്നു ഇത് തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച്, പഹൽഗാം ആക്രമണം സംബന്ധിച്ച പ്രധാനമന്ത്രി തന്നെ സഭയിൽ പ്രസ്താവന നടത്തണം, അതിനുശേഷം മതി സഭ നടപടികൾ എന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷം എടുത്തിരിക്കുന്നത്. എന്നാൽ സർക്കാർ ആവട്ടെ പ്രശ്നം ചർച്ച ചെയ്യാം, എന്നാൽ സഭാ നടപടികൾ തുടരട്ടെ എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഏതായാലും കക്ഷി നേതാക്കളെ ചേംബറിലേക്ക് സ്പീക്കർ വിളിച്ചിട്ടുണ്ട്. 12 മണിക്ക് സഭ വീണ്ടും കൂടുമ്പോൾ എന്തായിരുന്നു ചർച്ചയിലുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പോത്തൻ. ഓക്കെ, താങ്ക് യു. ശരത്ലാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. ആദ്യത്തെ 1 മണിക്കൂറിൽ പോലും സഭ നടത്തിക്കൊണ്ടുപോകാൻ സഭാനാഥനായിട്ടുള്ള സ്പീക്കർ ഓം ബിർളയ്ക്ക് സാധിച്ചില്ല. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിലെ സുരക്ഷാ വിഷയത്തിൽ ആദ്യം തന്നെ പ്രധാനമന്ത്രി പ്രത്യേക പ്രസ്താവന നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഇക്കാര്യം സ്പീക്കറെ അറിയിച്ചിരുന്നു. പക്ഷേ ചർച്ച ചെയ്യാം, ഇപ്പോഴല്ല, ചോദ്യോത്തര വേളയിലേക്ക് കടക്കാം എന്നുള്ളതാണ് സഭാനാഥനായിട്ടുള്ള സ്പീക്കർ എടുത്തിരുന്ന നിലപാട്. അതേ തുടർന്ന് പ്രതിപക്ഷം വെല്ലിൽ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് സഭ തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കാതിരുന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവച്ചിരിക്കുന്നത്. 12 മണിക്ക് സഭ വീണ്ടും പുനരാരംഭിക്കും. അതിന് മുന്നോടിയായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കക്ഷി നേതാക്കളെ, രാഹുൽ ഗാന്ധി അടക്കമുള്ള കക്ഷി നേതാക്കളെ സ്പീക്കർ ചേംബറിലേക്ക് വിളിച്ച് സംസാരിക്കുകയും ചെയ്യും. അതുവരെ സഭ നിർത്തിവച്ചിരിക്കുകയാണ്. കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് സഭയുടെ സമ്മേളനത്തിന്റെ ആദ്യ മണിക്കൂർ തന്നെ മുന്നോട്ട് പോകുന്നത്.